വാർത്തകൾ പോലെ ട്രേഡ് നടന്നു എന്ന ഒഫീഷ്യൽ സ്ഥിരീകരണം ഉടനെ വരും എന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ രണ്ട് ടീമിനും അവരവർക്ക് വേണ്ടത് കിട്ടി എന്ന് വേണം കരുതാൻ. CSKയെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളാണ് ഭാവിയിൽ കാത്തിരിക്കുന്നത്. ഇത്രകാലം ധോണിയുടെ ഒപ്പം മുന്നോട്ട് പോയ ടീം പെട്ടെന്നൊരു അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്നൊരു കുഴപ്പമുണ്ട്. വലിച്ചു നീട്ടാവുന്നതിൻ്റെ മാക്സിമം എക്സ്റ്റൻറ്റും കടന്ന് ഇപ്പോഴും ധോണിയുടെ IPL കരിയർ പോകുന്നത് പെട്ടെന്ന് വരുന്ന ഒരു ശൂന്യത എങ്ങനെ ഫിൽ ചെയ്യും എന്ന ഉത്തരമില്ലാത്തതുകൊണ്ടാണ്. ഋതുരാജ് ആ ഷൂസ് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേരേ അല്ല. ഇതിനൊപ്പം ചേർത്ത് വെക്കാവുന്ന മറ്റൊരു പ്രശ്നമാണ് വിക്കറ്റ് കീപ്പർ. സഞ്ജു, പന്ത്, ജുവൽ, രാഹുൽ, ജിതേഷ്, കിഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ള ദേശീയ ഓപ്ഷൻസിനൊന്നും മിനിമം ഗ്യാരണ്ടി ഇല്ല. ടീമിന് ഒന്ന് വെച്ചെടുക്കാൻ മാത്രം ടാലൻറ്റ് പൂൾ ഇല്ല വിക്കറ്റ് കീപ്പർ ബാസ്ക്കറ്റിൽ എന്നു സാരം. ഇങ്ങനെയൊക്കെ വസ്തുതകളിരിക്കെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി CSK ചാടി വീണ് സീസ് ചെയ്യും എന്നതിൽ അത്ഭുതമില്ല. പ്രത്യേകിച്ച് പ്ലെയറിന് CSKയിൽ ജോയിൻ ചെയ്യണം എന്നൊരു താല്പര്യവുമുണ്ടെന്നിരിക്കാൻ. രാജസ്ഥാൻ്റെ കാര്യമെടുത്താൽ അവർക്ക് ഇനിയൊരു കോംപ്രമൈസ് സാധ്യമല്ല എന്ന നിലയിലേക്ക് സഞ്ജു മാനേജ്മെൻറ്റ് ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചപ്പോൾ തന്നെ ഫ്രാഞ്ചൈസി വിടാൻ താല്പര്യപ്പെടുന്നു എന്ന് സഞ്ജു അറിയിച്ച വാർത്തകൾ RR സോഴ്സ് തന്നെ ശരിവച്ചിരുന്നു. റിട്ടൻഷൻ വഴി 18 കോടിക്ക് നിലനിർത്തിയ പ്ലെയറെങ്കിലും RRനെ സംബന്ധിച്ച് മിനിമം 25 കോടിയെങ്കിലും മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയറാണ് സഞ്ജു സാംസൺ. ഒരു മിനി ഓപ്ഷനിലൊക്കെ അതിനു മുകളിൽ ഒരുപക്ഷെ മാക്സിമം വിലപേശി 25 കോടിക്കടുത്ത് ഒരു റിപ്ലേസ്മെൻറ്റിന് റിട്ടേൺ RRന് കിട്ടണം. വെറുതെ റിലീസ് ചെയ്ത് വിട്ടാൽ വെറും 18 കോടി മാത്രമേ പേഴ്സിൽ വരൂ. മാർക്കി പ്ലേയേഴ്സ് ഒന്നും ഓപ്ഷനിൽ വന്നില്ല എങ്കിൽ ആരെയും വാങ്ങാനും സാധിക്കില്ല. CSKയുടെ വശത്തു നിന്ന് നോക്കിയാൽ ഒരു പൊട്ടൻഷ്യൽ റിട്ടൻഷൻ ഓപ്ഷനാണ് ഇനി 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന മെഗാ ഓപ്ഷൻ. സഞ്ജു സാംസൺ കാര്യങ്ങൾ വേണ്ട വിധം നീക്കിയാൽ ഒരുപക്ഷെ ഒരു ക്യാപ്റ്റൻ ഓപ്ഷൻ പോലുമാണ്. T20 റിട്ടയർ ചെയ്തെങ്കിലും 38-കാരനായ ജഡേജയ്ക്ക് ഇനി 2 സീസൺ കൂടി കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ട്. അതായത് നെക്സ്റ്റ് മെഗാലയം വരെ എന്തായാലും. പിന്നീടൊരു റിട്ടൻഷൻ സാധ്യത എന്തായാലും ഇല്ല. രാജസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഡാമേജ് കൺട്രോൾ ജഡേജ വന്നാൽ കിട്ടും. ഒരു റീറ്റെയിൻഡ് മാർക്കി പ്ലെയറിനെ പകരം കിട്ടുകയും ചെയ്തു. മാർക്കറ്റ് വാല്യൂ ഡിസ്പാരിറ്റി കോംപ്രമൈസ് ചെയ്യാൻ സാം കറൻ കൂടെ വന്നാലേ പറ്റൂ. ജഡേജ സഞ്ജുവിൻ്റെ അത്ര വാല്യൂഡ് അല്ല, കരിയർ ഫാഗൻറ്റിലാണ്. ഇങ്ങനെ വിലയിരുത്തുമ്പോൾ രണ്ട് ടീമുകൾക്കും അവർക്ക് ആവശ്യമുള്ളത് തൽക്കാലം കിട്ടിയിട്ടുണ്ട്. ജഡേജയ്ക്ക് വ്യക്തിപരമായി ക്ഷീണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ RR ക്യാപ്റ്റൻസി കൂടി നൽകിയാൽ അതുമില്ല. സാം കറൻ ഈ ഡീലിൽ നോട്ടുകെട്ടുകൾ കെട്ടിയ റബ്ബർ ബാൻഡായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനാൽ ആ വശം തൽക്കാലം നോക്കുന്നില്ല. RRൽ പോയി അവസരം കെട്ടി പെർഫോം ചെയ്താൽ പുള്ളിക്ക് കൊള്ളാം എന്നതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവുമില്ല. ഇനി പറയാനുള്ളത് വെറുമൊരു ഇൻറ്റ്യൂഷനാണ്, ഒരു ഉറപ്പുമുള്ള കാര്യമല്ല. താല്പര്യം തോന്നാത്തവർക്ക് വിട്ടുകളയാവുന്നതാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ചേർന്നു പോകാൻ പറ്റുന്ന ആളല്ല എന്നതും നിലവിൽ വലത് കക്ഷി രാഷ്ട്രീയത്തിൽ ഭാര്യ എത്തിച്ചേർന്ന പദവിയും ഇത്തരമൊരു തീരുമാനം ഒരുപാട് സെന്റിമെന്റൽ ഹാങ് ഓവർ ഇല്ലാതെ ഉൾക്കൊള്ളാൻ CSK മാനേജ്മെന്റിന് കഴിഞ്ഞു കാണണം. കുറഞ്ഞപക്ഷം അവർക്കിത് തമിഴ് വംശജരെ പറയാതെ പറഞ്ഞത് ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതാണ്. അവരാണല്ലോ നാളെ ടിക്കറ്റ് എടുക്കേണ്ടത്. ചേട്ടൻ അവർക്കൊട്ടും അനഭിമതനല്ല താനും.